പൈതൃകപ്പെരുമയും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന തൃത്താലയുടെ പുണ്യഭൂമിയിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിനിർഭരമായി നടന്നു. അഗ്നിഹോത്രിയുടെ പാദസ്പർശമേറ്റ യാഗഭൂമിയിൽ പ്രാർത്ഥനാനിർഭരമായ ചടങ്ങുകളോടെയാണ് നൂറുകണക്കിന് സ്ത്രീകൾ ഇത്തവണ പൊങ്കാലയർപ്പിച്ചത്. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരി ആനന്ദ് കാർമ്മികത്വം വഹിച്ചു. രാവിലെ 8:30 ക്ഷേത്രമുറ്റത്ത് സജ്ജമാക്കിയ പൊങ്കാല അടുപ്പിലേക്ക് പൂജാരി ആദ്യ അഗ്നി പകർന്നു. 100-ലധികം അടുപ്പുകളിലായി ഭക്തർ പ്രാർത്ഥനാപൂർവ്വം നിവേദ്യം തയ്യാറാക്കി. രാവിലെ 10 മണിയോടെ നിവേദ്യ സമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. തുടർന്ന് പ്രഭാത ഭക്ഷണ വിതരണം നടന്നു. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ സാധിക്കാത്ത നിരവധി സ്ത്രീകളാണ് വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രമുറ്റത്തെത്തി പൊങ്കാല സമർപ്പിച്ചത്. ആദ്യമായി പൊങ്കാലയർപ്പിക്കാൻ എത്തിയവരുടെ പങ്കാളിത്തവും ഇത്തവണ ശ്രദ്ധേയമായി. പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തർക്കായി ക്ഷേത്രത്തിൽ വിപുലമായ പ്രഭാത ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. മാതൃസമിതി സെക്രട്ടറി ഷീല ഗോപിനാഥ്, ഉഷ പ്രസാദ്, ഉണ്ണികൃഷ്ണൻ, മണികണ്ഠൻ, പ്രസാദ് തുടങ്ങിയവർ പൊങ്കാല മഹോത്സവത്തിന് നേതൃത്വം നൽകി. വരും വർഷങ്ങളിൽ പൊങ്കാല മഹോത്സവം കൂടുതൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ആറ്റുകാൽ പോകാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പൊങ്കാല ആദ്യമായിട്ട് ഇടാണ്. ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വെയിലിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പൊങ്കാല നല്ല രീതിക്ക് ഇടാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷവതിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയതാണ്, അതെനിക്ക് സാധിച്ചില്ല. അപ്പോൾ മുതലേ ഒരു ആഗ്രഹം അല്ലാതെ ഇല്ലായിരുന്നു അങ്ങനെ പൊങ്കാല ഇടണം. ഈ വർഷം സാധിക്കില്ല എന്നുള്ളൊരു ടെൻഷൻ വന്നെങ്കിലും എന്തോ ഭഗവതിയുടെ സഹായം കൊണ്ട് സാധിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമായി പൊങ്കാല ഇടാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ലപോലെ പറഞ്ഞു തന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും വൃത്തിക്ക് പറഞ്ഞു തന്ന് അതിൻ്റേതായ എന്തിനാണ് നമ്മളത് ചെയ്യണേന്നും കൂടെ പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയിൽ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തു. അതിന് ഒരുപാട് സന്തോഷം, ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ പൊങ്കാല. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഇത് വീണ്ടും ഇതിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.